ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനോടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4,300 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2,350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമാക്കി തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 9.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 800 മീറ്ററുമാണ്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. 10ഓളം വീടുകൾ വരുന്ന ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടവിരിച്ച വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. GI ട്യൂബും ക്ലാഡിംഗ് സ്റ്റോൺ വർക്കും LED ലൈറ്റെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നൽകിയിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു പാർക്കിംഗ് കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു SUV കാർ തന്നെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. കടപ്പകല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ വരുന്ന 2 വലിയ തൂണുകളിൽ നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്ക് തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെ പണിതിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മോഡേൺ ലുക്കിലുള്ള മെയിൻ ഡോറാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെയിൻ ഡോർ തുടർന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റ് നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ജനൽപ്പാളികൾക്കൊക്കെ പാനലിലും വർക്കും നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡൻ പാനലിലും കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്തായി കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. അല്പം നീളമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്ത് നല്ലൊരു ഇന്റീരിയർ വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ മറ്റൊരു ഭാഗത്തായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയാക്കി തന്നെ ഇവിടെ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഇവിടെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേസ് കൊടുത്ത് ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള കിച്ചൺ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസും സിങ്കെല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. വർക്ക് ഏരിയ അടക്കം വരുന്ന ഈ വീടിൻ്റെ ബാക്ക് സൈഡ് ഏരിയ മുഴുവനായി തന്നെ ഫ്ലോറിംഗ് എല്ലാം കൊടുത്ത് വളരെ നീറ്റാക്കി തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികൾ വരുന്ന മനോഹരമായൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലാം. 11 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. പാനലിംഗ് വർക്കും LED പ്രൊഫൈൽ ലൈറ്റും കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ കാണാനാവുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ 1ാം നിലയിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയർവേയിൽ മുഴുവനായി തന്നെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർവേ കയറി വരുന്ന ഭാഗത്തായി LED പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ വർക്ക് നമുക്ക് കാണാം. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഈ ഭാഗത്തായി വലിയൊരു TV യൂണിറ്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടുനോക്കാം. വാർത്തുകൊണ്ട് തന്നെയാണ് ഈ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്.
അടുത്തതായി നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ഏകദേശം 13 അടിയോളം നീളത്തിൽ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. GA ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡിലുകൾ നിർമ്മിച്ചിരിക്കുന്നതും. സിറ്റൗട്ടിൽ വരുന്ന തൂണിൽ നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളവും KW വാട്ടർ കണക്ഷനുമാണ്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4,300 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,05 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.